ഡിക്ക് ഫാനാണ്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇമോഷൻസ് ആണോ നിങ്ങളെ ഭയങ്കര? എല്ലാം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അവർ തമ്മിലുള്ള കോംബോയും എല്ലാം നന്നായിട്ട് ടെക്നിക്കൽ സൈഡൊക്കെ നല്ല സിനിമാറ്റോഗ്രഫിയും ഡയറക്ഷനും എല്ലാം പൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല മൂവി, നല്ല ക്ലാസിക് സ്റ്റാൻഡേർഡ് മൂവി. ദുൽഖർ എന്ന് പറഞ്ഞൊരു ആക്ടറിന്റെ ഗ്രോത്ത് നമുക്ക് ഈ മൂവിയിൽ കാണാൻ പറ്റും. വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ദുൽഖർ. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഡയറക്ഷനും ഒക്കെ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ നല്ല സ്റ്റാൻഡേർഡ് മൂവി, മസ്റ്റ് വാച്ച് മൂവിയാണ്. വളരെ സന്തോഷം. പിന്നെ ഞാനൊരു ഡിക്ക് ഫാനാണ്. എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ്. എന്തോ നമ്മളൊരിക്കലും എക്സ്പെക്ടേഷൻ ചെയ്യാത്തൊരു അടിപൊളി പെർഫോമൻസ്. ഇപ്പോൾ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് സമുദ്രഖാനി പറഞ്ഞാൽ ഈ പടം ഇറങ്ങി കഴിഞ്ഞാൽ ദുൽഖർ നടിപ്പിൻ നായകനായിരുന്നു. അതുപോലെ തന്നെ ജാതി പെർഫോമൻസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത് ട്രെയിലറൊന്നും കണ്ടപ്പോൾ എനിക്കത്ര ഇതില്ല. ഫസ്റ്റ് ഹാഫ് വരെ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, സെക്കൻഡ് ഹാഫിൽ പടം വേറെ ലെവലുമുണ്ട്. ഒരു ക്ലാസിക്കൽ ലെവലിൽ മൂവിയാണ് എങ്കിലും അത് നമ്മളെ 2.25 മണിക്കൂർ അവിടെ പിടിച്ചിരുത്തണമെങ്കിൽ അതാണ് ദുൽഖറിൻ്റെ ആ പെർഫോമൻസിൻ്റെ വിഷയമാണ് കേട്ടോ. സ്റ്റോറി എന്തോ ആയിക്കോട്ടെ, ഇതിൽ അസാധ്യ പെർഫോമൻസ്. നടിപ്പിൻ നായകൻ തൂക്കി നല്ല രീതിയിൽ. അതായത് ജാതി മത ഭേദമന്യേ നാഷണൽ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ, രാഷ്ട്രീയം നോക്കാതെ കൊടുക്കുകയാണെങ്കിൽ ഈ പടം ഈ ദുൽഖർ തൂക്കി നാഷണൽ അവാർഡ് വരെ അത്രയും കിട്ടില്ല. അടിപൊളി പെർഫോമൻസ്. ഒരു കൊമേഴ്ഷ്യൽ പടമായിട്ട് തന്നെ കണക്കാക്കരുത്. അസലൊരു ക്ലാസ് സിനിമ ആണ് എഴുതിയിരിക്കുന്നത്. വീട്ടിലെ തെലുങ്കിൻ്റെയും തമിഴിൻ്റെയൊക്കെ ഒരു കൊമേഴ്ഷ്യൽ പടമൊന്നുമല്ല. അത് അസൽ ഒരു ദുൽഖർ 100% ദുൽഖർ സിനിമ. മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് 2-3 ടോൺ കാണിക്കുന്നുണ്ടല്ലോ. 35 mm ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും അല്ല. അതൊക്കെ ഡയറക്ടറുടെ ബ്രില്യൻ്റാണ് കാണിച്ചിരിക്കുന്നത്. കിടിലനായിട്ടുണ്ട് കേട്ടോ. എടുത്തു പറയുന്നത് സമുദ്രക്കനി, റാണ, എല്ലാവരും ഒന്നിനൊന്ന് പെർഫോമൻസ് ഒക്കെ ഒന്നിനൊന്നിനും വെച്ചോ. ഇടുവിട് പടം കേട്ടോ. എനിക്കെന്താ വെച്ചാൽ കൊമേഴ്ഷ്യലായിട്ട് നിങ്ങൾ കാണരുത്, ഒരു ക്ലാസ് സിനിമയായിട്ട് തന്നെയാണ്. ഇപ്രാവശ്യത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ദുൽഖർ തന്നെ തൂക്കും. നാഷണൽ അവാർഡ് ദുൽഖർ തന്നെ. അതുപോലുള്ള പെർഫോമൻസ് ദുൽഖർ കാഴ്ചവെച്ചിട്ടുണ്ട്. അടിപൊളി, ഒന്നും പറയാനില്ല. നല്ല സിനിമ കേട്ടോ. കാന്ത ലൈക്ക് ആദ്യം വിചാരിക്കും ഭയങ്കര ഒരു എന്താ പറയുക ഡള്ളാണ്. മേ ബി ഒരു കളർ ഗ്രേഡിങ് ഒക്കെ അങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് എത്തിയത്. പക്ഷേങ്കിൽ ലാസ്റ്റിലോട്ടായപ്പോഴേക്ക് കഥ മാറി, സംഗതി മാറി, സീനൊക്കെ മാറി. ആകപ്പാടെ ഒരു വേറെ തന്നെ ഒരു ലെവലിൽ കയറ്റി വിട്ടു. കാരണം 2 നടിമാരുണ്ട്. ആ 2 നടിമാരിൽ നമ്മളെല്ലാവരും ആക്ച്വലി ഒരു നടിനെ ഇനീഷ്യലി കണ്ടു. പക്ഷേ ഇതിൽ രണ്ട് ആക്ട്രസ് ഉണ്ട്. ആ 2 ആക്ട്രസ് ദേ ഡിഡ് ദിയർ ബെസ്റ്റ്. രണ്ടും അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാന്ന് വെച്ചാൽ ദുൽഖറിൻ്റെ റോളിൽ എല്ലാവരും പറയും ആ ഒരു 90s അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് പറയും. പക്ഷേങ്കിൽ സത്യം പറഞ്ഞാൽ മേ ബി ഹിസ് ഫിസിക് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അവരെ കാണാൻ മേ ബി നമുക്ക് തോന്നും. പക്ഷേങ്കിൽ ആ സിനിമയിൽ നമ്മൾ ഹീ ഈസ് ദി ആക്ച്വൽ വൺ. അല്ലെങ്കിൽ അതേ സ്ഥലത്ത് മേ ബി മമ്മൂട്ടി വന്ന് നമ്മൾ ചിലപ്പം അത് വേറെ രീതിയിൽ പറഞ്ഞു. പക്ഷേങ്കിൽ ഇത് ദുൽഖറായതുകൊണ്ട് ദർ ഈസ് ഒരു നല്ല സംഗതി ഉണ്ട് അതിൽ. അത് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവം. കാണാത്ത അഭിനയം എന്ന് വെച്ചാൽ കാരണം ഇതിൽ മൂവിയും അകത്ത് അത് പറയാൻ പറ്റില്ല. മേ ബി ഒരു സ്പോയിലറായി പോവാം. അപ്പം ഇത് കാണുമ്പം തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം നമ്മൾ കാന്ത എന്ന് പറഞ്ഞത് മേ ബി എന്താണ് അതിൻ്റെ ആ പേരിലൊരു സംഗതി ഹിഡൻ ഉണ്ട്. അത് തിയേറ്ററിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ വൈ ഷുഡ് ഐ വാച്ച്, അല്ലെങ്കിൽ എന്തിനാണ് ഈ കാന്ത കാണുന്നത്. ആ കാന്തേൻ്റെ അകത്തൊരു കാന്തയുണ്ട്. അത് ഒരു ക്യാരക്ടറാണോ ലൈക്ക് അത് വേറെ തന്നെ ഒരു സംഭവമാണ് കാണുമ്പോൾ. അപ്പം ദുൽഖർ പറഞ്ഞതുപോലെ ഒരു ഹൈപ്പ് ഉണ്ട്. അത് മൂവി കാണുമ്പോൾ മനസ്സിലാവും. കാരണം കുറേ പറഞ്ഞ സ്പോയിലറും അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. റാണയുടെ ആയാലും സമുദ്രക്കനി ആയാലും ഹീറോയിൻ്റെ ആയാലും ഒരു സെക്കൻഡ് തരത്തിൽ പോലും നമുക്ക് വേറൊരു ആളാണ് സമുദ്രക്കനി എന്നൊരാളാണെന്ന് പോലും നമുക്ക് തോന്നില്ല. അതിനകത്ത് അയ്യ എന്ന ക്യാരക്ടറിലെ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തുടങ്ങുന്ന തൊട്ട് തീരുന്നിടം വരെ നമ്മളവിടെ പെർഫോമൻസിലേ നിൽക്കത്തുള്ളൂ. വേറെ ലെവലാണ്. ഇപ്പോൾ പഴയ കാലത്തെ മദ്രാസ് സെറ്റുകൾ നടന്ന ഷൂട്ടിങ്ങുകൾ ഇങ്ങനെയൊക്കെയാണെന്നോ അത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെറിയ പീരിയഡ് ഫിലിം അങ്ങനത്തെ ഫിലിമുകൾ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് മൈൻഡ് വരുന്നത് ഇരുവറായിരിക്കും. ലാലേട്ടൻ്റെ ആ ലെവൽ പെർഫോമൻസ് ഉള്ള പടങ്ങളായിരുന്നു അന്നത്തെ. അത് നമുക്ക് അതേ മൈൻഡ് വരത്തുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ മോഡേൺ ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിലിം കണ്ടതിന് ശേഷം കാന്തയായിരിക്കും മൈൻഡ് വരാൻ ചാൻസ് ഉണ്ടാവുക. കാരണം അതേപോലെയാണ് മേക്ക് ചെയ്തത്. മ്യൂസിക് ആവട്ടെ, പെർഫോമൻസ് ആവട്ടെ, ആർട്ടാവട്ടെ, ഫിലിമോഗ്രഫി ആവട്ടെ, ഗംഭീരം, ഒന്നിനൊന്നിന് മെച്ചമാണ്. അപ്പോൾ തിയേറ്ററിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന കാശ് വർത്താമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ വേറെ ആരും പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കട്ടെ. നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റ് വർത്താമെന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് എടുത്തു നോക്കി. ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അതിനുള്ള എല്ലാം ഉണ്ട് അതിനകത്ത്.